നമസ്കാരം ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സനിൽ പെരുന്തോട്ടത്ത്. പ്രൂഡന്റ് കോർപ്പറേറ്റ് അഡ്വൈസറി സർവീസസ് ലിമിറ്റഡ് എന്ന IPO കാര്യമാണ് ഇന്ന് എനിക്ക് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനുള്ളത്. ഇത് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ അഡ്വൈസേഴ്സ് ആണ് ഈ കമ്പനി. ആവറേജ് അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റും കമ്മീഷൻ്റെയും എല്ലാം കാര്യം നോക്കുകയാണെങ്കിൽ വലിയ ബാങ്കുകളെ ഒഴിച്ചാൽ ഇത് ഏറ്റവും വലിയ റീറ്റെയിൽ വെൽത്ത് മാനേജ്മെൻറ്റ് കമ്പനിയാണെന്ന് പറയാം. മെയ് 10 മുതൽ 12 വരെയാണ് ഇഷ്യൂ ഓപ്പൺ ആയിരിക്കുന്നത്. ഇവരുടെ ഇഷ്യൂവിൻ്റെ പ്രത്യേകത 538.61 കോടി രൂപയാണ് ഇവർ മാർക്കറ്റിൽ നിന്ന് റേസ് ചെയ്യുന്നത്. പക്ഷേ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു ഓഹരി പോലും ഫ്രഷ് ഓഹരി ആയിട്ടില്ല. എല്ലാം തന്നെ ഇപ്പോഴുള്ള പ്രൊമോട്ടേഴ്സോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഇൻവെസ്റ്റേഴ്സോ വിറ്റഴിക്കുന്നതാണ്. അതായത് കമ്പനിയിലേക്ക് ഒരു പൈസ പോലും ഈ ഇഷ്യൂ വഴി ലഭിക്കുന്നില്ല. ഇത് ഇപ്പോൾ ഓഹരികൾ വിറ്റഴിക്കുന്ന എക്സിസ്റ്റിംഗ് ഇൻവെസ്റ്റേഴ്സിൻ്റെ പോക്കറ്റിലേക്കാണ് പോകുന്നത്. പക്ഷേ ഈ IPOയെ കുറിച്ചുള്ള വിശേഷങ്ങൾ നിങ്ങൾ അറിയേണ്ടതുണ്ട്. നമുക്ക് അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ പറയട്ടെ, വീഡിയോ കണ്ടു കഴിയുമ്പോൾ സപ്പോർട്ട് ചെയ്യാൻ മടിക്കണ്ട, ലൈക്ക് ചെയ്യാനും മടിക്കണ്ട. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. പ്രൂഡന്റ് കോർപ്പറേറ്റ് അഡ്വൈസറി സർവീസസ് ലിമിറ്റഡ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റിൻ്റെ കാര്യത്തിലും കമ്മീഷൻ്റെ കാര്യവും നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും ടോപ്പായിട്ടുള്ള 10 മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടേഴ്സിൻ്റെ കൂട്ടത്തിൽ വരുന്ന ഒരു കമ്പനിയാണ്. 2003 ഈ കമ്പനി രൂപം കൊള്ളുന്നത്. കമ്പനി അവരുടെ ഡിജിറ്റൽ വെൽത്ത് മാനേജ്മെൻറ്റ് സൊല്യൂഷൻസ് വിവിധ പ്ലാറ്റ്ഫോമുകളിലൂടെയാണ് അവരുടെ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്നത്. ഫണ്ട് ബസാർ, പ്രൂഡന്റ് കണക്റ്റ്, പോളിസി വേൾഡ്, വൈസ് ബാസ്ക്കറ്റ്, ക്രെഡിറ്റ് ബാസ്ക്കറ്റ് എന്നിങ്ങനെയുള്ള വിവിധ പ്ലാറ്റ്ഫോമുകൾ ഫേമസ് ആയിട്ട് തന്നെ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഓൺലൈൻ കൂടാതെ ഓഫ്ലൈൻ ആയിട്ടുള്ള സർവീസസും കമ്പനി കൊടുക്കുന്നുണ്ട്. പ്രൂഡൻറ്റിൻ്റെ പ്രധാന പ്രോഡക്ട്സ് എന്ന് പറയുന്നത് മ്യൂച്വൽ ഫണ്ട്സ് തന്നെയാണ്. മ്യൂച്വൽ ഫണ്ട്സിന് പുറമെ ഇൻഷുറൻസ് ഉണ്ട്, പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് സ്കീംസ് ഉണ്ട്, ഓൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട്സ്, ബോൺഡ്സ്, അൺലിസ്റ്റഡ് ഇക്വിറ്റീസ്, പിന്നെ സ്റ്റോക്ക് ബ്രോക്കിംഗ് സൊല്യൂഷൻസ് എടുത്തു പറയേണ്ട കാര്യമാണ്, ലോൺസ് അഗൻസ്റ്റ് സെക്യൂരിറ്റീസ്, പിന്നെ പെൻഷൻ സ്കീംസ്, നാഷണൽ പെൻഷൻ സ്കീംസ്, ഇതെല്ലാം തന്നെ ഇവരുടെ പ്രോഡക്റ്റുകളിൽ ഉൾപ്പെടുന്നതാണ്. ഇന്ത്യയിലെ 20ഓളം സംസ്ഥാനങ്ങളിൽ 110ഓളം ബ്രാഞ്ചുകളായിട്ട് വ്യാപിച്ചു കിടക്കുകയാണ് പ്രൂഡൻറ്റ്. അവർക്ക് 42ഓളം പ്രധാന അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനികളുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടാണ് ഈ പ്രവർത്തനങ്ങൾ വ്യാപിച്ചിരിക്കുന്നത്. ഏകദേശം 13.5 ലക്ഷത്തോളം റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് വെൽത്ത് മാനേജ്മെൻറ്റിൻ്റെ കാര്യത്തിൽ കമ്പനിക്കുണ്ട്. അതുകൂടാതെ 23,262 ചാനൽ പാർട്ട്നേഴ്സ് ഉണ്ട്. ചാനൽ പാർട്ട്നേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് അവരുടെ ബിസിനസ് അസോസിയേറ്റ്സ് ആയിട്ട്, അതായത് ബിസിനസ് ടു കസ്റ്റമർ, B2B2C എന്നുള്ള ആ ഒരു നെറ്റ്വർക്കിൽ പ്രവർത്തിക്കുന്ന ഒരു ശൃംഖലയാണ് കമ്പനിക്കുള്ളത്. അതിൽ തന്നെ ഏകദേശം 1067 എംപ്ലോയീസ് ഉണ്ട് കമ്പനിക്ക്. 35.05 ലക്ഷം ലൈഫ് ഫോളിയോസ് കമ്പനി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതിൽ 15.25 ലക്ഷം ലൈവ് SIPs അക്കൗണ്ടുകൾ കമ്പനിക്ക് ഉണ്ട്. പ്രൂഡൻറ്റിൻ്റെ പ്രൊമോട്ടർ സഞ്ജയ് ഷായാണ് ഈ ചിത്രത്തിൽ കാണുന്ന. അദ്ദേഹത്തിൻ്റെ കയ്യിലും മറ്റ് പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിലും 56.85% ഓഹരികളുണ്ട്. അതിൽ സഞ്ജയ് ഷായുടെ കയ്യിൽ തന്നെ 43.43% ഓഹരികളുണ്ട്. പിന്നെ കമ്പനിയുടെ EPS നോക്കുകയാണെങ്കിൽ 10.95 കാണിക്കുന്നുണ്ട്. പിന്നെ PE റേഷ്യോ 54.39, 57.59 എന്നുള്ള റേഞ്ചിലാണ് കാണിക്കുന്നത്. റിട്ടേൺ ഓൺ നെറ്റ്വർത്ത് 28.73% ആണ്. ബുക്ക് വാല്യൂ 38.13 പെർ ഷെയർ ആയിട്ടാണിപ്പോൾ കാണിക്കുന്നത്. ഈ ഇഷ്യൂ പൂർണ്ണമായിട്ടും, അതായത് 538.61 കോടി രൂപ വിപണിയിൽ നിന്ന് കമ്പനി റേസ് ചെയ്യുമ്പോൾ അവർ 85,49,340 ഓഹരികളാണ് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് വിറ്റഴിക്കുന്നതായിട്ട് കാണിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഓഹരികൾ വിറ്റഴിക്കുന്നത് അമേരിക്കയിലെ TA അസോസിയേറ്റ്സ് എന്ന് പറയുന്ന അറിയപ്പെടുന്ന ഒരു പ്രൈവറ്റ് ഇക്വിറ്റി ഫണ്ടുണ്ട്. അവരുടെ ഒരു എൻറ്റൈറ്റി ആയിട്ടുള്ള വാഗ്നർ ലിമിറ്റഡ്
വാഗ്നർ ലിമിറ്റഡ് ആണ് ഇവിടെ 82,81,340 ഓഹരികളും വിറ്റഴിക്കുന്നത്. അവർക്ക് ടോട്ടൽ ഇപ്പോൾ 39.91% ഓഹരികൾ ഈ കമ്പനിയിലുണ്ട്. അതിൽ നിന്നാണ് ഇത്രയും ഓഹരികൾ അവർ വിറ്റഴിക്കുന്നത്. അത് കൂടാതെ ഷിരീഷ് പട്ടേൽ എന്ന് പറയുന്ന ഓൾ ടൈം ഡയറക്ടറും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുമായിട്ടുള്ള ഒരാൾ 2,60,800 ഇക്വിറ്റി ഷെയർസ് വിൽക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൈവശം ഇപ്പോൾ 3.15% ഓഹരികളാണ് കമ്പനിയുടെ ഉള്ളത്. അതിൽ നിന്നാണ് ഈ 2,60,68,000 ഓഹരികൾ അദ്ദേഹം വിൽക്കുന്നത്. അപ്പോൾ ഇത് രണ്ടുമാണ് പ്രധാനപ്പെട്ട ഓഹരി വിൽപ്പനയായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വളരെ മികച്ചൊരു ഫിനാൻഷ്യൽ പെർഫോമൻസ് ആണ് പ്രൂഡന്റ് കാഴ്ചവെച്ചിരിക്കുന്നത്. 2019 കാര്യം തന്നെ നോക്കൂ. റവന്യൂ 225.06 കോടി രൂപയായിരുന്നപ്പോൾ അവരുടെ നെറ്റ് ഇൻകം 20.9 കോടിയാണ്. അത് അടുത്ത വർഷമായപ്പോഴത്തേക്കും റവന്യൂ 236.2 കോടിയായിട്ട് വർദ്ധിച്ചപ്പോൾ നെറ്റ് ഇൻകം 27.4 കോടിയായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അടുത്ത വർഷം 294.9 കോടിയാണ് 2021. അത് നെറ്റ് ഇൻകം ആയപ്പോഴത്തേക്ക് അവരുടെ ലാഭം എന്ന് പറയുന്നത് 45.4 കോടിയായിട്ട് ഉയർന്നിട്ടുണ്ട്. അപ്പോൾ ഈ വർഷത്തെ, അതായത് 2021-22 വർഷത്തെ പകുതിയത്തെ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ റവന്യൂ 328 കോടിയും നെറ്റ് ഇൻകം 57.5 കോടിയുമായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് മാർജിൻ പെർസെൻറ്റേജിലും ക്രമമായിട്ടുള്ള ഉയർച്ച കാണുന്നുണ്ട്. 9.3 19-ലെങ്കിൽ 2020 ആയപ്പോഴത്തേക്കും 11.6%, 2021 15.4%. അത് അടുത്ത അർദ്ധവാർഷിക കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ പോലും 17.5 എന്നുള്ള ലെവലിലാണ് ആ പെർസെൻറ്റേജ് കാണുന്നത്. അപ്പോൾ ഫിനാൻഷ്യൽ പെർഫോമൻസ് നോക്കുമ്പോൾ കമ്പനി വളരെ നല്ല നിലയിൽ പോകുന്ന ഒരു കമ്പനിയായിട്ട് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് ഇഷ്യൂ ഡീറ്റെയിൽസ് ഒറ്റ നോട്ടത്തിൽ ഒന്ന് പരിശോധിക്കാം. മെയ് 10 മുതൽ 12 വരെയാണ് ഇഷ്യൂ ഓപ്പൺ ആയിരിക്കുന്നത്. പ്രൈസ് ബാൻഡ് 595 രൂപ മുതൽ 630 രൂപ വരെയാണ്. അപ്പോൾ അപ്പർ ബാൻഡ് 630 ആണ്. ഫ്രഷ് ഇഷ്യൂ ഒന്നുമില്ല, എല്ലാം ഓഫർ ഫോർ സെയിലാണ്. 85,49,340 ഓഹരികളാണ് ഇത്തരത്തിൽ ഓഫർ ഫോർ സെയിലായിട്ട് വന്നിരിക്കുന്നത്. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നതാണ് ടോട്ടൽ IPO സൈസ് 538.61 കോടി രൂപ എന്ന് പറയുന്നത്. അപ്പോൾ മിനിമം ഒരു ഇൻവെസ്റ്റർ, ഒരു റീറ്റെയിൽ ഇൻവെസ്റ്റർ അപ്ലൈ ചെയ്യാവുന്നത് ഒരു ലോട്ട് എന്ന് പറയുമ്പോൾ 23 ഓഹരികളാണ്. 23ൻ്റെ ഗുണിതങ്ങൾ 13 ലോട്ട് വരെ റീറ്റെയിലേഴ്സിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഫേസ് വാല്യൂ 5 രൂപയാണ്. 5 രൂപയുടെ ഒരു ഓഹരിയാണ് 630 രൂപ അപ്പർ ബാൻഡ് ഇട്ടിട്ട് ഇവർ വിലയിട്ടിരിക്കുന്നത്. 35% റീറ്റെയിലേഴ്സിന് ഓഫർ ചെയ്യുന്നുണ്ട്. ഈ ടോട്ടൽ IPOയുടെ 35% റീറ്റെയിലേഴ്സിന് വേണ്ടിയിട്ടാണ് അലോക്കേറ്റ് ചെയ്യുന്നത്. NSEയിലും BSEയിലും ഇത് ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതിൽ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് 6.5 കോടി രൂപയ്ക്കുള്ള ഓഹരികൾ ഇവർ എലിജിബിൾ ആയിട്ടുള്ള അവരുടെ എംപ്ലോയീസിന് നൽകുന്നുണ്ട്. അപ്പോൾ LIC അവരുടെ പോളിസി ഹോൾഡേഴ്സിനൊക്കെ കൊടുത്തിരുന്ന പോലെ തന്നെ ഒരു ഡിസ്കൗണ്ട് ഇവരുടെ എംപ്ലോയീസിന് കൊടുക്കുന്നുണ്ട്. ആ ഡിസ്കൗണ്ട് 59 രൂപയാണ്. 59 റുപ്പീസാണ് അവർ അവസാനം ഫിക്സ് ചെയ്യുന്ന പ്രൈസിൽ നിന്ന്. അത്രയും കുറച്ച് മാത്രമേ എംപ്ലോയീസിൽ നിന്ന് വാങ്ങുന്നുള്ളൂ. ഇനി നമുക്ക് ടെൻറ്റേറ്റീവ് ആയിട്ടുള്ള ഡേറ്റുകൾ നോക്കാം. അലോട്ട്മെൻറ്റ് വരുന്നത് മെയ് 18-നും കിട്ടാത്തവർക്ക് റീഫണ്ട് കിട്ടുന്നത് 19-ാം തീയതിയുമാണ്. ഇനി കിട്ടിയവരുടെ ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് വരുന്നത് മെയ് 20-ാം തീയതിയും ലിസ്റ്റിംഗ് ഡേറ്റ് മെയ് 23-നുമാണ്. ഇത് ഒരു മിഡ് ടൈം ലോങ് ടൈം ലെവലിലുള്ള ഇൻവെസ്റ്റേഴ്സിന് അപ്ലൈ ചെയ്യാമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഒരു ലിസ്റ്റിംഗ് ഗെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള ഒരു ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടുകയില്ല, എന്നാലും ഒരു മീഡിയം ലെവലിലുള്ള ഒരു ലിസ്റ്റിംഗ് ഗെയിൻ നമുക്ക് പ്രതീക്ഷിക്കാം എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. വല്ലാതെ അത് താഴത്തേക്ക് പോകാനുള്ള സാധ്യത ലിസ്റ്റിംഗ് സമയത്ത് കാണുന്നില്ല. ഓഹരി അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയെന്നൊക്കെ എല്ലാവർക്കും ഇപ്പോൾ അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ അലോട്ട്മെൻറ്റ് കിട്ടുന്നില്ല എന്നൊരു പരാതി പലരും പറയാറുണ്ട്. അലോട്ട്മെൻറ്റ് കിട്ടാനായിട്ട് അലോട്ട്മെൻറ്റിൻ്റെ സാധ്യത വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചൊരു വീഡിയോ അതിൻ്റെ ലിങ്ക് ഞാൻ മുകളിൽ കൊടുക്കുന്നു. ആ വീഡിയോ നിങ്ങളൊന്ന് കണ്ടിരിക്കുന്നത് എപ്പോഴും നന്നായിരിക്കും. നമുക്കിനിയും ഇതിൻ്റെ ഈ ഓഹരിയുടെ രജിസ്ട്രാർ ആരാണെന്ന് നോക്കി. ലിങ്ക് ഇൻ ടൈം ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്. അതുപോലെ തന്നെ ലീഡ് മാനേജേഴ്സ് ICICI സെക്യൂരിറ്റീസ്, ആക്സിസ് ക്യാപിറ്റൽ, ഇക്വറസ് ക്യാപിറ്റൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നിങ്ങനെയാണ് ഇവരുടെ ലീഡ് മാനേജേഴ്സ്.
ഫ്രണ്ട്സ്, പ്രൂഡന്റ് കോർപ്പറേറ്റ് അഡ്വൈസറി സർവീസസ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ IPO വിശേഷമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇന്ന് പങ്കുവച്ചത്. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റുകൾ വളരെ വിലപ്പെട്ടതാണ്. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെൽ ബട്ടൺ, താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോയും അപ്പോൾ നിങ്ങൾക്ക് വിവരം ലഭിക്കുകയുള്ളൂ. എന്തായാലും ഇത്രയും നേരം വീഡിയോ കണ്ടതിന് നന്ദി. നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് ഉടൻ തന്നെ വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം, ബൈ.